ഹലോ, എൻ്റെ ഫേവറേറ്റ് ആണ് കപ്പപ്പുഴുക്ക്. അമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ ഒരു കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് കുറച്ച് കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ദാ ഇതുപോലെ. ഞാൻ കപ്പ കപ്പ എന്ന് പറയാൻ തുടങ്ങിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. കണ്ണൂരുകാർ കിഴങ്ങ് എന്നാണ് പറയുന്നത്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് വരെ കിഴങ്ങ് കിഴങ്ങ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാനിപ്പോൾ കപ്പ കപ്പ എന്ന് മാത്രമേ വായിൽ വരൂ. അപ്പോൾ അങ്ങനെ കപ്പയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകുകയാണ് കേട്ടോ. നല്ല മണ്ണും പൊടിയും ഒക്കെ ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ നന്നായിട്ട് കഴുകണം. എന്നിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വെച്ചു. അപ്പം 2 വിസിൽ കൊണ്ട് തന്നെ കപ്പ വേവും. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ കുറച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വറവിടണം. അതായത് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ അത് നമ്മുടെ കപ്പയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡബിൾ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.